മാമോദീസ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, അവിടുത്തെ വരദാനങ്ങൾ കൊണ്ടെന്നെ നിറയ്ക്കണമേ. മാമോദീസയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഏതാണ്ട് 30 മിനിറ്റ് കൊണ്ട് മാമോദീസയുടെ തിരുക്കർമ്മങ്ങൾ നമ്മുടെ പള്ളികളിൽ തീരുന്നു. എന്നാൽ അതിൻ്റെ വ്യാപ്തി എത്ര വലുതാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ? കുറേയധികം ആൾക്കാർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയാം. എങ്കിലും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി കേൾക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓഡിയോ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട റാഫേൽ പിതാവിൻ്റെയും ഡാനിയൽ അച്ഛൻ്റെയും പ്രസംഗത്തിൽ നിന്നും ചില ഭാഗങ്ങൾ ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. കൂടാതെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ഈശോയുടെ ശിരസിൽ ഒഴുകുന്ന ജലമൊഴിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? 1. സ്വർഗം തുറക്കപ്പെട്ടു, ആത്മാവ് വർഷിക്കപ്പെട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്നും ഉയർന്നു. ഇത് തന്നെയല്ലേ മാമോദീസയുടെ പൂർണ്ണ അർത്ഥം? ഈ 3 പ്രതീകങ്ങളിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. മാമോദീസ സ്വീകരിച്ച നമ്മുടെ ശക്തി നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? മാമോദീസയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. പിതാവായ ദൈവം മാമോദീസയിലൂടെ നമ്മെ സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും നിറച്ചു എന്ന് പറഞ്ഞാൽ എല്ലാ സ്വർഗീയ വരങ്ങളാലും നിറഞ്ഞവരാണ് നമ്മൾ. ദൈവത്തിന് സ്തുതി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് വസിക്കുന്ന മഹനീയമായ ദിവസമാണ് മാമോദീസ. പരിശുദ്ധാത്മാവിൽ അവൻ നമ്മെ മുദ്ര ചെയ്യുന്ന ദിവസം. അതുകൊണ്ടാണ് മായാത്ത മുദ്രയാണ് എന്ന് നാം പറയുന്നത്. നാം ക്രിസ്തുവിൻ്റെ സ്വന്തമായി തീർന്നതിൻ്റെ മുദ്ര, ഒരു പാപത്തിനും മായ്ക്കാനാവാത്ത മുദ്ര. വിശ്വാസത്തിൻ്റെ കൂദാശയാണ് മാമോദീസ. ആവർത്തിക്കാൻ സാധിക്കാത്ത കൂദാശ, നിത്യജീവൻ്റെ മുദ്ര. ഒരു മനുഷ്യൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് മാമോദീസയിലൂടെയാണ്. ശാശ്വത സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനം ഉറപ്പുവരുത്തുന്ന കൂദാശ മാമോദീസ മാത്രമാണ്. മാമോദീസയിലൂടെ നാം ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയായി മാറി. എന്താണിതിൻ്റെ അർത്ഥം? അവിടുത്തെ സ്വന്തം അമ്മയെ നമുക്കായി തന്നു. അവിടുത്തെ തിരുശരീരവും തിരുരക്തവും നമുക്ക് ഭക്ഷണവും പാനീയവുമായി തന്നു. മാമോദീസ ആത്മീയ ജീവനിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം മാത്രമല്ല, മറ്റു കൂദാശകളെ സമീപിക്കാനുള്ള വാതിലുമാണ് എന്ന് നാം ഓർത്തിരിക്കുക. മാമോദീസയിലൂടെ നാം പാപവിമുക്തരായി തീരുകയും ദൈവമക്കളായി വീണ്ടും ജനിക്കുകയും ക്രിസ്തുവിൻ്റെ അവയവങ്ങളായി മാറുകയും സഭയുടെ ശരീരത്തിലേക്ക് ചേർക്കപ്പെടുകയും അവളുടെ ദൗത്യത്തിൽ പങ്കുകാരാക്കപ്പെടുകയും ചെയ്യുന്നു. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാനും അവിടുത്തെ സ്നേഹിക്കാനുമുള്ള കൃപ നമുക്ക് ലഭിക്കുന്നു. മാമോദീസ വഴി നാം അവിടുത്തെ മകനോ മകളോ ആയിത്തീർന്നതുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുവാൻ അർഹത ലഭിച്ചത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശു നിക്കോദമസിനോട് പറയുന്നത് ഇവിടെയൊന്ന് സ്മരിക്കാം. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഈശോ ഈ മാമോദീസയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി 1-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ജലവും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മാമോദീസ ജലത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിറഞ്ഞിരിക്കുന്നു. ഈ ജലമാണ് പുരോഹിതൻ കുഞ്ഞിൻ്റെ തലയിൽ ഒഴിച്ച് വിശുദ്ധീകരിക്കുന്നത്. എത്ര അമൂല്യമായ നിമിഷമാണിത്! ദൈവത്തിൻ്റെ ദാനങ്ങളിൽ ഏറ്റവും മനോഹരവും മഹത്തരവുമാണ് മാമോദീസ. മാമോദീസ ഒരു ദാനമാണ്, കൃപാവരമാണ്, അഭിഷേകമാണ്, ജ്ഞാനോദ്ദീപനമാണ്, അമർത്യതയുടെ വസ്ത്രമാണ്, പുനർജനനത്തിൻ്റെ സ്നാനമാണ്, മായാത്ത മുദ്രയാണ് എന്നിങ്ങനെ വിലപ്പെട്ട നാമം കൊണ്ട് നാം മാമോദീസയെ വിശേഷിപ്പിക്കാറുണ്ട്. ഈ നാമത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. തികച്ചും ദാനമായിട്ടാണ് മാമോദീസ എല്ലാവർക്കും ലഭിക്കുന്നത്. പാപം ചെയ്തവർക്ക് മാമോദീസയിലൂടെ കൃപാവരം ലഭിക്കുന്നു. മാമോദീസ സ്വീകരിക്കുമ്പോൾ പുരോഹിത ജനമായി അഭിഷേകം ചെയ്യുന്നു. മാമോദീസ സ്വീകരിക്കുന്നവർ പ്രകാശത്തിൻ്റെ പുത്രനായിത്തീരുന്നു, പ്രകാശം തന്നെയായിത്തീരുന്നു. ജ്ഞാനോദ്ദീപനം എന്നതിനെ സൂചിപ്പിക്കുന്നു ഇത്. ലജ്ജയെ മറയ്ക്കുന്ന വസ്ത്രമാണ് അമർത്യതയുടെ വസ്ത്രം. കഴുകി വിശുദ്ധീകരിക്കുന്ന കൂദാശയാണ്
അതാണ് പുനർജനനത്തിൻ്റെ സ്നാനം എന്ന് പറയുന്നത്. മുദ്ര എന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ സംരക്ഷകയും കർത്തൃത്വത്തിൻ്റെ അടയാളവുമാണ് മാമോദിസ. ക്രൂശിതനായ യേശുവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ രക്തവും ജലവും പുതിയ നിയമത്തിൻ്റെ കൂദാശകളായ മാമോദിസയുടെയും വിശുദ്ധ കുർബാനയുടെയും പ്രതിരൂപങ്ങളാണ്. അപ്പോൾ മുതൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ജലത്താലും ആത്മാവിനാലും ജനിക്കുക എന്നത് സാധ്യമായി തീർന്നു. പഴയ നിയമത്തിൽ പരിച്ഛേദനം എന്ന ഉടമ്പടി ബന്ധത്തിൽ പ്രവേശിക്കാത്തവർ ആരും പെസഹ ഭക്ഷിക്കുവാൻ പാടില്ലായിരുന്നു. പുതിയ നിയമവിശ്വാസികളായ നമുക്കത് മാമോദിസയാണ്. ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായ ദൈവാത്മാവാണ് നമുക്ക് മാമോദിസയിലൂടെ ലഭിക്കുന്നത്. ക്രിസ്തുവിനെ കല്ലർ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്ന അതേ ആത്മാവാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് എന്ന് നാം വിശ്വസിക്കണം, ഉറക്കെ പ്രഖ്യാപിക്കണം. എത്ര ഭാഗ്യപ്പെട്ട ജനതയാണ് നാം. മാമോദിസ സ്വീകരിച്ച വ്യക്തിക്ക് കിട്ടുന്ന ചില അനുഗ്രഹങ്ങൾ കൂടി ഇവിടെ പ്രതിപാദിക്കട്ടെ. മാമോദിസ സ്വീകരിച്ച വ്യക്തിക്ക് മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ നാം ഈശോയുടെ ഹൃദയത്തിനുള്ളിലാവുന്നു. നമ്മുടെ ബലഹീനതകളിൽ, അതായത് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, മറക്കാൻ പറ്റാത്ത ചില വേദനകൾ, എളിമപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, കരുണ കാണിക്കേണ്ട അവസരങ്ങൾ, ഈ സമയത്തെല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാൻ പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. ഈശോ നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് മധ്യസ്ഥം വഹിക്കുന്നു. ഈശോ മാത്രമല്ല, പരിശുദ്ധ ദൈവമാതാവ്, പരിശുദ്ധാത്മാവ്, സകല പുണ്യാന്മാർ, സ്വർഗം മുഴുവനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാമോദിസ മുങ്ങിയ നാം എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ജനതയാണ്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. യേശുവും നമ്മളും ഒന്നായി മാറുന്ന ഒരു രഹസ്യമാണ് ക്രിസ്തീയ ജീവിതം. കൂദാശ ജീവിതത്തിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ഇപ്പോൾ നമ്മുടെ സഭയിൽ മാമോദിസയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയും കൂടി നൽകുന്നുണ്ട്. കാരണം മാമോദിസയിലൂടെ നവജാതനായവൻ ദൈവത്തിൻ്റെ പുത്രനായി തീർന്ന് വിവാഹവസ്ത്രം അണിഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു. നവജീവൻ്റെ ഭക്ഷണമായ യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുവാൻ അർഹയായി. കുട്ടികൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയരുത് എന്ന് ഈശോയുടെ വാക്കുകൾ നമുക്കിവിടെ അനുസ്മരിക്കാം. കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കുന്നത് ശരിയാണോ? നമുക്കൊന്ന് സുവിശേഷത്തിലൂടെ കണ്ണോടിക്കാം. എഫേസ്യർ 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടാണ് ഈശോ അദ്ദേഹത്തെ സുഖപ്പെടുത്തത്. ഇവിടെ സഭയുടെ വിശ്വാസം വഴിയാണ് കുഞ്ഞ് രക്ഷിക്കപ്പെടുന്നത്. സ്നാനാർത്ഥിയുടെ വെള്ളവസ്ത്രം സൂചിപ്പിക്കുന്നത് മാമോദിസ മുങ്ങിയ വ്യക്തി ക്രിസ്തുവിനെ ധരിച്ചുവെന്നും ക്രിസ്തുവിനോടുകൂടി ഉത്ഥാനം ചെയ്തു എന്നുമാണ്. കത്തിച്ച മെഴുകുതിരി സ്നാനാർത്ഥിയുടെ കയ്യിൽ കൊടുക്കുന്നത് മാമോദിസ മുങ്ങിയവർ ക്രിസ്തുവിൽ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് സൂചിപ്പിക്കുന്നു. കുഞ്ഞിൻ്റെ തലയിൽ കിരീടം വയ്ക്കുന്നത് സുവിശേഷത്തിൻ്റെ ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ കിരീടമാണ്. ഒരു ശിശു ജനിച്ച് അധിക നാൾ കഴിയുന്നതിന് മുമ്പ് മാമോദിസ നൽകണം. അങ്ങനെ ചെയ്യാതിരുന്നാൽ ദൈവത്തിൻ്റെ ശിശുവായി തീരുവാനുള്ള അമൂല്യമായ കൃപാവരത്തെ നാം നിഷേധിക്കുകയാണ് എന്ന് ഓരോ മാതാപിതാക്കളും ഓർത്തിരിക്കേണ്ടതാണ്. നാം സ്വർഗത്തിൽ ജനിച്ച ദിവസമാണ് മാമോദിസ ദിനം. അതുകൊണ്ട് തന്നെ ആ മാമോദിസയുടെ ഡേറ്റും നമ്മെ മുഖ്യ വൈദികനെയും നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ആ വൈദികന് വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതാണ്. കൂടാതെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആരാണെന്ന് അറിയുകയും അവരെ സ്മരിക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നാം തലതൊട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തുതി.